എന്നെ ശ്രമിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. നാം ഇന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൽ 1-ാം അധ്യായം 24-ാം വാക്യമാണ്. ജോസഫ് ഉറക്കമുണർന്നു ദൂതൻ കൽപ്പിച്ചതുപോലെ മറിയ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ജോസഫ് സംശയബാധ സാത്താന്റെ വലയിലായിരുന്നു. അവൻ അന്ധകാരത്തിലായിരുന്നു. അവൻ നാശത്തിലായിരുന്നു. ഹല്ലേലൂയ. അവൻ വെളിച്ചത്തെ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൂതൻ വന്ന് കൽപ്പിച്ചതുപോലെ അവൻ ഉറക്കമുണർന്നു വെളിച്ചത്തെ സ്വീകരിച്ചു. അങ്ങനെ നിത്യജീവന്റെ അവകാശിയായി മാറി. അങ്ങനെ ദൈവരാജ്യ നിർമ്മാണത്തിൽ അവനും പങ്കാളിയായി. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സംരക്ഷിച്ചു നിൽക്കാതെ നമ്മുടെ വാതിൽക്കൽ നിൽക്കുന്ന കർത്താവ് യേശുക്രിസ്തു സ്വീകരിക്കേണ്ട നിമിഷമാണിത്. ഹല്ലേലൂയ. അവിടെ നമ്മുടെ വാതിൽക്കൽ മുട്ടുന്നു. ഹല്ലേലൂയ. നമുക്ക് തുറന്ന് ആ വെളിച്ചത്തെ നമ്മുടെ രക്ഷകനാഥനുമായി സ്വീകരിക്കാം. അതിലൂടെ നിത്യജീവന്റെ അവകാശികളായി നമുക്ക് മാറാം. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. കർത്താവേ, ഞങ്ങളെ കടന്നു വരണമേ. അന്ധകാരത്തിലായിരിക്കുന്ന ഞങ്ങളെ അവിടുത്തെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ. അതിലൂടെ രക്ഷ നൽകണമേ. നിത്യജീവന്റെ അവകാശങ്ങളെ മാറ്റുകയും ചെയ്യണമേ. ആമേൻ.